ഹലോ ഓൾ. ഒരുപാട് കുട്ടികൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാർ ഒരു ഡോക്ടറല്ലേ, ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുള്ള മൊമെൻറ്റ്സ് ഏതെല്ലാമാണെന്ന്. ഒരു മൊമെൻറ്റോ രണ്ട് മൊമെൻറ്റോ ആയിട്ട് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി അതിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. ഏകദേശം കഥ പോകുന്നത് ഇങ്ങനെയാണ്. ഒരു 38 വയസ്സായ ഒരു യുവാവ്, സാധാരണ കൽപ്പണിക്കാരനാണ്, തേപ്പ് പണിക്കാരനാണ്. നിങ്ങൾക്കറിയാം, വീട് പടവ് പണിതിട്ട് തേപ്പ് ചെയ്യുന്ന ആളാണ്. അന്നന്നത്തെ ജോലി നോക്കി അന്നന്ന് സ്വന്തം കുടുംബം നോക്കുന്ന ആളുകളാണ്. വളരെ അടുത്ത കാലത്താണ് കല്യാണം കഴിച്ചത്. ആൻഡ് 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടി, കുഞ്ഞു മോളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തോ ഒരു രീതിയിലുള്ള ചുമ തുടങ്ങുകയാണ്. ചുമയ്ക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ചെറിയ ചോര, രക്തം കണ്ടു കഫത്തിൽ. അതനുസരിച്ചിട്ട് അദ്ദേഹം പോയി ഒരു ടെസ്റ്റ് ചെയ്തു, നെഞ്ചിൻ്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കി, സ്കാൻ ചെയ്തു. നോക്കിക്കഴിഞ്ഞപ്പം ഡോക്ടർമാർക്ക് ആർക്കും ഒരു സംശയവുമില്ല, ഇത് ക്യാൻസറാണ്. ആൻഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ ഈ ക്യാൻസർ നട്ടെല്ലിലേക്കും അതുപോലെ തലച്ചോറിലേക്കും പടർന്നിട്ടുണ്ട്. എല്ലാ ഡോക്ടർമാരും ഉറപ്പിച്ചു പറഞ്ഞു, ഇത് സ്റ്റേജ് 4 ക്യാൻസറാണ്, നിങ്ങൾക്ക് ഇനി ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരവില്ല. എങ്ങനെ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ അവസ്ഥ? അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആലോചിച്ച് നോക്കാവുന്നതാണ്. സ്വന്തമായിട്ട് അദ്ദേഹം അല്ലാതെ മറ്റാരും പണിക്ക് പോകാനില്ലാത്ത ആ ഒരു വീട്ടിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ക്യാൻസറാണ്, ഇനി അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല, തിരിച്ചുവരവില്ലാത്തൊരു അസുഖമാണ്, ചെറിയൊരു മോളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ വളരെയധികം ഭയന്ന് വിറച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത രീതിയിലായിരിക്കും അദ്ദേഹം നിൽക്കുക, അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഇരിക്കുന്ന ഒരു പേഷ്യൻ്റ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം, ഏകദേശം 2-3 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് ഈ നട്ടെല്ലിലേക്ക് ബാധിച്ച ക്യാൻസർ കൂടുതലാവുകയും നട്ടെല്ല് ഒടിയുകയും അതുമൂലം രണ്ട് കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട് കിടപ്പിലാവുകയും ചെയ്യുകയാണ്. അതിനും 1 മാസത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയാണ്. ഈ മരണപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നട്ടെല്ലൊടിഞ്ഞ് കാലിന് ചലനശേഷി നഷ്ടപ്പെടുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ കൂടെയായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റ് ആയിട്ടുണ്ടാവുക. സോ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമുക്ക് ഓരോരുത്തർക്കും ആലോചിക്കാൻ പറ്റും. അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഈ മരണപ്പെടുന്ന അദ്ദേഹത്തിൻ്റെയും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഏകദേശം 31 വയസ്സ് 32 വയസ്സുള്ള ഒരു സ്ത്രീ, 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ, അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം, അല്ലേ? നമ്മൾ സാധാരണഗതിയിൽ സിനിമയിലെല്ലാം കാണുന്ന പോലെ അലമുറയിട്ട് കരഞ്ഞെന്ന് എന്നെ വിട്ടു പോയി, എനിക്കിനി ആരുമില്ല, വേറെ ആരുമില്ല എന്നുള്ള നിലയിൽ വളരെ വലിയ ശബ്ദത്തിൽ ഒച്ചയിട്ട് കരയുന്ന ഒരു സ്ത്രീയായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അന്ന് അവിടെ ആ ഹോസ്പിറ്റലിൽ ആ രാത്രി നൈറ്റ് ഡ്യൂട്ടിയിൽ ഞാനുണ്ടായിരുന്ന സമയത്ത് സംഭവിച്ച കാര്യം എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതിനകത്ത് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ശ്വാസം മുട്ട് വളരെയധികം കൂടുകയും ഒരു പ്രാവശ്യം ചോര ഛർദ്ദിക്കുകയും ചെയ്തു. നമ്മൾ അതിനുള്ള മരുന്നുകൾ സാധനങ്ങളെല്ലാം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇപ്പം മരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, കുഴപ്പമില്ല, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാം അദ്ദേഹം ഏകദേശം മരിക്കുകയാണെന്നുള്ള കാര്യം അറിയാം. ഏകദേശം 1-2 മണിക്കൂറിന് ശേഷം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ മരണം കൺഫേം ചെയ്തു. നമുക്കറിയാമല്ലേ, നമ്മൾ നേരെ പോയി നമ്മൾ പൾസ് നോക്കും, പൾസില്ല. കണ്ണിൽ ടോർച്ചടിച്ച് നോക്കി, അവിടെ അനക്കങ്ങളോ പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും കാണുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. ഞാനൊരു നിസ്സഹായാവസ്ഥയിലുള്ള ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു നോട്ടാണ് അവരുടെ മുഖത്തേക്ക് നോക്കുന്നത്. ഈ നോക്കണ സമയത്ത് ഈ ഭാര്യ ജസ്റ്റ് എണീറ്റ് നിന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, പോയില്ലേ ഡോക്ടറെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്നും പറയാനൊന്നുമില്ല, നമ്മൾ ആ ഒരു നോട്ടത്തിൽ തന്നെ എല്ലാ രീതിയിൽ അവരുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, താങ്ക് യു ഡോക്ടർ, നിങ്ങൾ ചെയ്തു തന്ന എല്ലാ കാര്യത്തിനും നന്ദി, ഞങ്ങൾ ഉടനെ തന്നെ വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ആലോചിച്ചു, ഈ ഒരു സ്ത്രീക്ക് എവിടെ നിന്നാണ് ഇത്രയധികം കരുത്ത് വന്നതെന്ന്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു കഥ പറയാനുള്ള സാഹചര്യം, ഇന്ന് ലോക പാലിയേറ്റീവ് കെയർ ദിനമാണ്. പാലിയേറ്റീവ് കെയർ ഓരോ അസുഖത്തിൻ്റെയും ഏറ്റവും എൻഡ് സ്റ്റേജ് ആയിട്ടുള്ള, ഇനി പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലാതെ ചികിത്സ മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു രോഗിക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കുന്ന സേവനങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ കഥ പറഞ്ഞു തന്നത്. അവരെ അവസാന ദിവസങ്ങളിൽ ലോകത്തിൻ്റെ തന്നെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയ അയാളുടെ മരണത്തിന് വേണ്ടി പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മരിക്കാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റിൽഡാണ്, എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടി കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട് എന്ന് അയാളെ കൊണ്ട് തോന്നിപ്പിക്കുകയും മരിക്കുന്ന ആളിൽ വരെ കോൺഫിഡൻസ് കൊടുക്കുകയും, അതുപോലെ തന്നെ ഈ മരണപ്പെടുന്ന ആളുടെ ഉറ്റവരും ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ വരെ കോൺഫിഡൻസ് കൊടുത്ത് ഇനിയും മുന്നോട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് തോന്നിക്കുകയും ചെയ്തിട്ടുള്ള
ഒരു പ്രത്യേകതരം, ഞാൻ അങ്ങനെയാ പറയാം, കേരളത്തിൽ നിന്ന് എസ്പെഷ്യലി കോഴിക്കോട് നിന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ, ഞാൻ അവിടെയാണ് കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നത്. സോ ആ കുറഞ്ഞ കാലത്തെ വർക്കിനിടയിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഇവിടെ നിന്നാണ് പാലിയേറ്റീവ് കെയർ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടായി വന്നത്. ഇന്ത്യയിലെ പയനീർ സ്ഥാപനമാണ്. സോ അവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എനിക്ക് ഒരിക്കലും മറക്കാനാവുന്നില്ല. കാരണം ഒരുപാട് തരത്തിലുള്ള രോഗികളെയാണ് നമ്മളവിടെ കാണുന്നത്. എങ്ങനെയാ പറയുക, ക്യാൻസർ വന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ചികിത്സകളൊന്നും ഇല്ലാത്ത രീതിയിൽ അവസാന നിമിഷങ്ങളിലേക്ക് പോകുന്ന ആളുകൾ, വേദന എടുത്തിട്ട് ഉറങ്ങാൻ കഴിയാത്ത ആളുകൾ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആലോചിക്കാൻ പറ്റുമോ, സ്വന്തം മകൻ്റെ വേദന കണ്ടിട്ട് ഒരമ്മ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാർ, അതുപോലെ തന്നെ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു മക്കൾ, 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന മോൻ അച്ഛനൊന്ന് മരിച്ചാൽ മതിയായിരുന്നു സാറേ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോ അത്തരത്തിൽ പറയുന്ന രോഗികൾക്ക് നമ്മൾ മരുന്ന് കൊടുത്ത് അവരുടെ വേദന മാറ്റി കൊടുക്കുക, അവർ ചിരിക്കുന്നതായിട്ട് കാണുക, അവർ മരിക്കാൻ തയ്യാറാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ ഇനിയൊന്നും ഓക്കെയാണ്, എല്ലാ പ്രശ്നങ്ങളും മാറി എന്നുള്ള നിലയിൽ അവർ ചിരിച്ച് സന്തോഷിച്ച് മക്കളുടെ കൂടെ അവരുടെ അവസാന നാളുകളിൽ നിൽക്കുന്നത്. ചില ആളുകളുടെ മുറിവിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക, ചീഞ്ഞ മണം വരുന്ന മുറിവുകൾ, അവർക്ക് തന്നെ സഹിക്കാൻ വയ്യാത്ത രീതിയിൽ മൂക്ക് പൊത്തി നിൽക്കുന്ന അവസ്ഥ. സോ ഇത്തരത്തിലുള്ള രോഗികളെല്ലാവരെയും വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരിടം. ആക്ച്വലി എനിക്കറിയാം, നമ്മൾ ഡോപ്പയിൽ അടക്കമുള്ള സ്റ്റുഡൻസ് ഒരുപാട് പേര് ന്യൂറോളജിസ്റ്റും കാർഡിയോളജിസ്റ്റും നെഫ്രോളജിസ്റ്റും സർജനും ഗൈനക്കോളജിസ്റ്റും പീഡിയാട്രീഷ്യനും ഒക്കെ ആവാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതുപോലെയുള്ള രോഗികളുടെ അടുത്ത്. അവരുടെ അടുത്ത് കുറച്ച് സമയം നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. അവിടെ ഒരൊറ്റ വചനമുണ്ട് പാലിയേറ്റീവ് കെയറിൽ, ബി എ ബെസ്റ്റ് ലിസണർ. ഞങ്ങളെ പഠിപ്പിച്ച ഓരോ അധ്യാപകരും പഠിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് അവിടെ പോവുക, അവരുടെ അടുത്തിരിക്കുക, ഒരു ബെസ്റ്റ് ലിസണർ ആവുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക, അവരുടെ പേടികൾ കേൾക്കുക, അവരുടെ കൺഫ്യൂഷൻസ് കേൾക്കുക. അവരുടെ ഏതെങ്കിലും ഒരു പേടിക്ക്, ഒരു കൺഫ്യൂഷന്, അവരുടെ ഒരു ചിന്തയ്ക്ക് മാത്രം മറുപടി കൊടുക്കാനാണ് നമുക്ക് കഴിയുന്നതെങ്കിലും അത് നമ്മൾ ചെയ്തു കൊടുത്താൽ അവർക്ക് വളരെയധികം സന്തോഷമാകും. അവരുടെ അവസാന നാളുകളിൽ അല്ലെ അവരുടെ കഷ്ടതയേറിയ സമയങ്ങളിൽ അവരുടെ കൈ പിടിച്ച് കൂടെ നിൽക്കാനാവും. സോ വളരെ വലിയ കാര്യമാണ്. സോ ഇന്നത്തെ ഈ പാലിയേറ്റീവ് കെയർ ദിനം എൻ്റെ എല്ലാ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും ഫ്യൂച്ചറിൽ ഡോക്ടർ ആവാനുള്ള ആളുകളാണ്. ആവുന്ന ആളുകൾ എല്ലാവരും നിർബന്ധമായിട്ടും പാലിയേറ്റീവ് കെയറിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാവരും പാലിയേറ്റീവ് കെയറിൽ കുറച്ച് സമയമെങ്കിലും വർക്ക് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ അയൽവാസികൾ ഒരു രോഗി ഇത്തരത്തിൽ വരാൻ സാധ്യതയുണ്ട്, എന്തായാലും വരും, നിർബന്ധമാണ്. സോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു പാലിയേറ്റീവ് കെയർ ദിനത്തിൽ നിങ്ങൾ വളർത്തിയെടുക്കണം എന്നുള്ള കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. സോ ഇതിനെപ്പറ്റിയുള്ള ഫർദർ കാര്യങ്ങൾ, കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പേഴ്സണലി എന്നെ തന്നെ ബന്ധപ്പെടാം. ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരാൻ കഴിയുന്നതാണ്. സോ ഈ ഒരു ദിവസത്തിൽ ഒരിക്കൽ കൂടി പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് അതിൻ്റെ സുതാര്യമായ സേവനത്തിന് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ബൈ ബൈ.